വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, നിത്യസഹായ മാതാവ്, അവർ ലേഡി ഓഫ് പെർപെച്വൽ ഹെൽപ്പ്, നാം നമ്മുടെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും എപ്പോഴും ഓടിയണയുന്നത് പരിശുദ്ധ ദൈവമാതാവിന്റെ അടുക്കിലേക്കാണ്, നിത്യസഹായ മാതാവിന്റെ അടുക്കിലേക്ക്. പാരമ്പര്യം പറയുന്നതനുസരിച്ച് നിത്യസഹായ മാതാവിന്റെ ചിത്രം വിശുദ്ധ ലൂക്ക വരച്ചതാകാമെന്നാണ്. ക്രീറ്റിലെ ജനതയ്ക്ക് വളരെ പണ്ട് മുതൽ തന്നെ ഈ മാതാവിന്റെ ചിത്രത്തോട് അതിയായ മണക്കമുണ്ടായിരുന്നു. പിൽക്കാലത്ത് അവിടെ മതമർദ്ദനം ആരംഭിച്ചപ്പോൾ അവർ റോമിലേക്ക് പലായനം ചെയ്യുകയും പലായനം ചെയ്ത ജനത അവരോടൊപ്പം മാതാവിന്റെ ഈ ചിത്രം കൂട്ടിക്കൊണ്ടു പോരുകയും ചെയ്തു. എന്നാൽ യാത്രാമധ്യേ ഒരു കൊടുങ്കാറ്റിലകപ്പെട്ട് അവരുടെ കപ്പലിന് സാരമായ പരിക്കുകൾ സംഭവിച്ചപ്പോഴും ഈ മാതാവിന്റെ ചിത്രം കാരണം അത്ഭുതകരമായി അവർ രക്ഷിക്കപ്പെടുകയും അവർ റോമിന്റെ തീരങ്ങളിലേക്ക് അണയുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം മാതാവ് തന്നെ ക്രീറ്റിലെ ഒരു ബാലികയോട് തന്നെ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് അവർ റോമിലെത്തി ആഘോഷപൂർവമായ ഒരു പ്രദർശനത്തിന്റെ അവസാനം റോമിലെ വിശുദ്ധ മത്തായിയുടെ നാമധേയത്തിലുള്ള ദൈവാലയത്തിൽ സൂക്ഷിക്കുകയും വണങ്ങുകയും ചെയ്തു. 1499കളിലാണ് ഇത് സംഭവിക്കുന്നത്. അതിനുശേഷം 1700കളിൽ ഫ്രാൻസിൽ വിപ്ലവം നടക്കുന്ന കാലഘട്ടത്തിൽ അവർ ഇറ്റലിയിലേക്ക് ഇരമ്പിയാർത്തെത്തുകയും ഈ ദൈവാലയം നശിപ്പിക്കുകയും ചെയ്തു. അന്ന് അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു സന്യാസിയാണ് ഈ ചിത്രം എടുത്ത് സൂക്ഷിച്ചത്. 60 വർഷത്തോളം ഈ ചിത്രം എവിടെയാണെന്നുള്ളത് അജ്ഞാതമായിരുന്നു. അതിനുശേഷം പുറത്തു കൊണ്ടുവരികയും അത് റോമിൽ തന്നെ ഒരു ദൈവാലയത്തിൽ ആഘോഷമായി സ്ഥാപിക്കുകയും ചെയ്തു. ഇന്നും റോമിലെ അതിപ്രശസ്തമായ മരിയ മജോരെ എന്ന ബസിലിക്കായുടെ തൊട്ടടുത്തുള്ള ദൈവാലയത്തിലാണ് നിത്യസഹായ മാതാവിന്റെ ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള ഒരു ചിത്രമാണ് ഇത്. ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത, ഒരു വിഷാദ ഛായ ഉണ്ണിയായ ഈശോയുടെ മുഖത്തും മാതാവായ അമ്മയുടെ മുഖത്തും കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാം. മിഖായേൽ, റഫായേൽ എന്ന 2 മാലാഖമാർ പരിശുദ്ധ അമ്മയുടെ 2 സൈഡുകളിലായി നിൽക്കുന്നത് നമുക്ക് കാണാം. ഇരുവരുടെയും കൈകളിൽ പിന്നീട് ഈശോയെ പീഡിപ്പിക്കുവാനുള്ള ആയുധങ്ങൾ അവർ കൈകളിലേന്തിയിട്ടുണ്ട്. ഇത് കണ്ട് കരയുന്ന കുഞ്ഞ് ഈശോ മാതാവിന്റെ അടുക്കലേക്ക് ഓടി വന്നപ്പോൾ മാതാവ് ആശ്വസിപ്പിക്കുന്നതാണ് ഈ നിത്യസഹായ മാതാവിന്റെ ചിത്രം എന്ന് പറയപ്പെടുന്നു. അങ്ങനെ നമ്മുടെ അപകടങ്ങളിലും വേദനകളിലും നാം ഓടിയെത്തേണ്ടത് ഈശോയുടെ അടുക്കലേക്ക്. നമ്മളുടെ വേദനകളുടെ മധ്യേ ലൗകികമായ മറ്റ് ആശ്രയങ്ങളുടെ അടുക്കലേക്ക് ഓടിപ്പോകാതെ നമ്മുടെ സ്വർഗീയ ആശ്രയമാകുന്ന കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നമുക്ക് നൽകിയ നമ്മുടെ അമ്മയുടെ അടുക്കലേക്ക്, നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസമായ ഈശോയുടെ അടുക്കലേക്ക് നമുക്ക് ഓടിയെത്താം. ഈ ചിത്രത്തിന് ധാരാളം അർത്ഥതലങ്ങളുണ്ട്. അത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വിവരിക്കുവാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, നിത്യജീവിതത്തിലും പല ഭയപ്പാടുകളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അഭയമായി സുരക്ഷിതത്വം നൽകുന്ന ഒരു സങ്കേതമാണ് നിത്യസഹായ മാതാവ്. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ നമ്മുടെ നേരെ നീട്ടിപ്പിടിക്കുകയാണ് നിത്യം, എപ്പോഴും നമ്മെ സഹായിക്കുവാൻ വേണ്ടി. ഏവർക്കും പരിശുദ്ധ ദൈവമാതാവിന്റെ ജന്മതിരുനാളിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു.